إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ തഖ്വയോടുകൂടി ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പോരായ്മകളും കുറവുകളും തിന്മകളും അവന്റെ റഹ്മത്ത് കൊണ്ട് ഫദ്ല് കൊണ്ട് അവൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പലവിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഉറ്റവരുടെ വേർപാട് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലാഹു എല്ലാ ആളുകൾക്കും സൗഖ്യവും സമാധാനവും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വേണ്ടപ്പെട്ടവരുടെയും ബർസഖിയായ ജീവിതം അവൻ സ്വർഗീയമാക്കി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരുപക്ഷെ സൂറത്ത് തൗബയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി നമുക്ക് ആ ഒരു സംഭവത്തെ കാണാവുന്നതാണ്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിച്ച സൂറ തൗബയുടെ ചില ആയത്തുകളാണ് അർത്ഥത്തിൽ സൂറ തൗബയുടെ ചില പ്രധാനപ്പെട്ട മർമ്മമായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയുക. തബൂക്ക് യുദ്ധം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
അതികഠിനമായ ഒരു പരീക്ഷണമായിരുന്നു. കാരണം വളരെ ചൂടുള്ള ഒരു സമയം. ആ ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്യുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെ തബൂക്ക് എന്നുള്ളത് വളരെ വിദൂരമായ ഒരു യാത്രയാണ്, അതിസാഹസികമായ ഒരു യാത്രയാണ്. ദിവസങ്ങളോളം ഈ അതികഠിനമായ ചൂട് താണ്ടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരിക എന്നത് സ്വാഭാവികമായും ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു കൽപ്പനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബാക്കൾ കേൾക്കുന്നത്. സ്വാഭാവികമായും ഹൃദയത്തിൽ ഈമാനില്ലാത്ത, വിശ്വാസമില്ലാത്ത ആളുകളെല്ലാം പല വിധത്തിലുള്ള ന്യായങ്ങളുമായി പ്രവാചകനെ സമീപിക്കുന്ന രംഗം സൂറത്ത് തൗബയിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ലാ യസ്തഅ്ദിനുക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വർതബത് ഖുലൂബുഹും. അള്ളാഹു പറയാണ്, പ്രവാചകൻ അങ്ങയോട് ആ അർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തി നിൽക്കാൻ, മാറി നിൽക്കാൻ അനുവാദം ചോദിക്കുന്ന ആ ആളുകൾ സത്യത്തിൽ ഹൃദയത്തിൽ ഈമാനില്ലാത്ത ആളുകളാണ് എന്ന് അള്ളാഹു പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേപ്പറ്റി പറയുന്നതിനിടയിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മേറെ ചിന്തിപ്പിക്കുന്ന ഒരു ആയത്ത് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ കഴിയും. വലൗ അറാദുൽ ഖുറൂജ ലഅഅദ്ദൂ ലഹു ഉദ്ദ ولو أرادوا الخروج لأعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين. അല്ലാഹു പറയാണ്, പ്രവാചകനെ വലൗ അറാദുൽ ഖുറൂജ, അവർ സത്യത്തിൽ ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അവരതിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ലഅഅദ്ദൂ ലഹു ഉദ്ദ, അവരതിനു വേണ്ടി തയ്യാറാകുമായിരുന്നു, അവരതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. പക്ഷേ അവരത് നടത്തിയിട്ടില്ല. അവരങ്ങനെ ഒരു യാത്രക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താതിരുന്നതിന്റെ കാരണം കരിഹല്ലാഹും ബിആസഹും, അത് അവരങ്ങനെ ആഗ്രഹിച്ച് ചെയ്തതല്ല. കരിഹല്ലാഹും ബിആസഹും, അവരുടെ മനസ്സിന്റെ തിന്മ കാരണം, അവരുടെ ജീവിതത്തിന്റെ അശുദ്ധി കാരണം, അവരവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന കാപട്യം കാരണം, ആളുകളെ കാണിക്കാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ആ മോശത്തരം, മ്ലേച്ഛത കാരണം കരിഹല്ലാഹും ബിആസഹും, അവർ ഈ യാത്രയിൽ പുറപ്പെടരുത്, അവർ ഈ യാത്രക്ക് വേണ്ടി തയ്യാറാകരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചു. കരിഹല്ലാഹും ബിആസഹും, അതുകൊണ്ട് അവർ അങ്ങയുടെ കൂടെ, അങ്ങയുടെ സൈന്യത്തിൽ യാത്ര ചെയ്ത് വരിക, അതിനുവേണ്ടി ഒരുങ്ങുക എന്നത് അള്ളാഹു വെറുത്തു. അതുകൊണ്ട് ഫസബ്ബതഹും വഖീല ഖുഉദൂ മഅൽ ഖാഇദീൻ, അള്ളാഹു അവരെ അവിടെ തന്നെ നിർത്തി. അവരോട് പറയപ്പെട്ടു, പിന്തിരിഞ്ഞിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളും ഇരുന്നു കൊള്ളുക. അതായിരുന്നു അവരോട് അള്ളാഹു നൽകിയ കൽപ്പന. സത്യത്തിൽ ഏതാനും ദിവസങ്ങളിൽ കഴിഞ്ഞാൽ നാമൊക്കെ വിശ്വാസികളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, അതേ സംബന്ധിച്ചുള്ള ആലോചനകൾ ശഅബാനിന്റെ 1 മുതൽക്ക് തന്നെ വിശ്വാസികളൊക്കെയും ആരംഭിച്ചു. ഇവിടെ ഈ ആയത്ത് നമ്മൾ ഒന്നുകൂടി ഒരാവർത്തി വായിച്ചു നോക്കുക. വലൗ അറാദുൽ ഖുറൂജ ലഅഅദ്ദൂ ലഹു ഉദ്ദ, റമദാനിൽ പ്രവേശിക്കണം, റമദാനിൽ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടണം, ഒരുപാട് തിന്മകൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കി കളയണം, എന്റെ ജീവിതത്തിന്റെ ഒരു പരിവർത്തന ഘട്ടമായി ആ റമദാനിനെ മാറ്റണം എന്ന് യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലഅഅദ്ദൂ ലഹു ഉദ്ദ, തീർച്ചയായും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അങ്ങനെ വായ കൊണ്ട്, നാവ് കൊണ്ട് അത് പറച്ചിൽ മാത്രമാണെങ്കിൽ, അതിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് ഈ ദിവസങ്ങളിലൊന്നും അനുഭവിക്കാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ മാസവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മിൽ നിന്ന് കടന്നുപോയത്, അതേ രൂപത്തിൽ ഈ ദിവസങ്ങളും ഇങ്ങനെ കടന്നുപോകും. പക്ഷെ മനസ്സിനുള്ളിൽ ഒരു ചിന്ത ഉണ്ടാകും, റമദാനിന്റെ 1-ാം തീയതി മുതൽക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടാകും. അതൊരിക്കലും സത്യസന്ധമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂല. അത് അത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും നേർന്നതായിരുന്നുവെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. സൂറത്ത് തൗബയുമായി ബന്ധപ്പെട്ട് അതിലേറെ നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യം, ഈ രൂപത്തിൽ കാപട്യമില്ലാത്ത നിഷ്കളങ്കരായ ചില വിശ്വാസികളും അതിൽ പരീക്ഷിക്കപ്പെട്ടു പോയി എന്നതാണ്. അവരൊരിക്കലും
ആ യാത്രയിൽ പുറപ്പെടാതിരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാകാമെന്നവർ കരുതി. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും ആ സൈന്യത്തിലേക്ക് ചേർന്നാൽ മതിയല്ലോ, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്നവർ കരുതി. നമ്മൾ ഈ ശഅബാനിന്റെ 1 മുതൽക്ക് നമ്മൾ അങ്ങനെയാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും സമയമുണ്ട്, റമദാനാകാൻ ഇനിയും സമയമുണ്ട്, ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്, ആഴ്ചകൾ ബാക്കിയുണ്ട്. അവസാനം വെറും 3-4 ദിവസങ്ങൾ മാത്രം മുന്നിലുണ്ടാകുമ്പോഴും നമ്മൾ ആ അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആയിട്ടില്ല, ഇനിയും സമയം എനിക്ക് ബാക്കിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആത്മാർത്ഥമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു കാര്യത്തിന് വലിയ രൂപത്തിലുള്ള പ്രാധാന്യതയും പ്രാമുഖ്യവും ആർത്ഥത്തിലുള്ള പരിഗണനയും നമ്മൾ നൽകിക്കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ആരംഭിക്കും. ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തി, ആ ഹജ്ജിന് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് തുടങ്ങുമ്പോഴല്ല ആ ഹജ്ജിന് ചെയ്യേണ്ട കർമ്മങ്ങളെ സംബന്ധിച്ച് അവർ പഠിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ആ ജീവിതത്തിൽ വളരെ അമൂല്യമായി, വളരെ എപ്പോഴും അസുലഭമായി ലഭിക്കുന്ന ഒരു ചാൻസാണത്, ഒരു ഭാഗ്യമാണത്. അതുകൊണ്ട് തന്നെ അതിനെ പരിപൂർണാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ഓരോ ഹാജിമാരും തീരുമാനിക്കും. അങ്ങനെ ഫർള് മാത്രമല്ല, ഏതൊക്കെ രൂപത്തിലുള്ള സുന്നത്തുകൾ ഹജ്ജിൽ നിർവഹിക്കാനുണ്ടോ അതെല്ലാം അവർ കൃത്യമായി പഠിച്ചു വെക്കും. പ്രാർത്ഥനകളെല്ലാം മനഃപ്പാടമാക്കും. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണത്? ആ ഹജ്ജ് കർമ്മത്തിന് ആ അർത്ഥത്തിലൊരു മഹത്വം അവരുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവരോട് ആരും പോയിട്ട് പറയേണ്ടതില്ല, ഇപ്പൊ തന്നെ തയ്യാറാവണം കേട്ടോ എന്ന് ആരും പറയേണ്ടതില്ല. മാസങ്ങൾക്ക് മുന്നേ, ദിവസങ്ങൾക്ക് മുമ്പേ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആ ആളുകൾ ആരംഭിച്ചിരിക്കും. സാമ്പത്തികമായ തയ്യാറെടുപ്പ് ആരംഭിക്കും. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ചില തയ്യാറെടുപ്പുകൾ അവർ ആരംഭിക്കും. അവരുടെ ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തേണ്ട ചില തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. ഇത് ഇബാദത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് നമ്മൾ ആ അർത്ഥത്തിലൊരു സ്ഥാനം കൽപ്പിക്കുന്നുവോ ആ കാര്യം വന്നെത്താറാകുമ്പോൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വീട്ടിലൊരു കല്യാണം വരുന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ആരംഭിച്ചിരിക്കും. ഈ രൂപത്തിൽ നമ്മിലേക്ക് വരാനിരിക്കുന്ന ആ അങ്ങേയറ്റം മഹത്തരമായ പവിത്രമായ ആ ദിനരാത്രങ്ങളെ, അതേ സംബന്ധിച്ചുള്ള മഹത്വം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടോ ആ അർത്ഥത്തിൽ നമ്മൾ ഹൃദയത്തിൽ ആ അർത്ഥത്തിലൊരു തയ്യാറെടുപ്പ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. അതിലോട് അടുക്കുന്നതിനനുസരിച്ച് ആകാംക്ഷയും ആഗ്രഹവുമെല്ലാം നമ്മൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടേയിരിക്കും. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നമ്മൾക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ടല്ലോ. ഒരു കാര്യത്തിലൂടെ നമ്മൾ ക്യൂ നിൽക്കുകയാണെന്ന് കരുതുക, മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ മുമ്പിൽ നിന്ന് ഓരോ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഊഴം വന്നെത്താറാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. അത് എത്താറായി അവസാനം അതിലേക്ക് എത്തിപ്പെടുമ്പോൾ, അത് കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇതേ രൂപത്തിലൊരു ആഹ്ലാദവും സന്തോഷവും തീർച്ചയായും റമദാനിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ ഈമാനുള്ള വിശ്വാസമുള്ള ആളുകൾക്കുണ്ടാകണം. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ഈമാൻ ഇല്ലാതായി പോകുന്നുണ്ടോ? ചില ആളുകളെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ യുബാലിഹിമുല്ലാഹ്, അള്ളാഹു അവരെ പരിഗണിക്കുന്നില്ല. അള്ളാഹു അവർക്ക് യാതൊരു അർത്ഥത്തിലുള്ള പരിരക്ഷയും അതല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ശ്രദ്ധയും നൽകുന്നില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മകളിൽ മുന്നേറാനുള്ള ഭാഗ്യവും ഇല്ലാതായി പോകും. റമദാനിനെ പറ്റി നാമൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. അതിലൊന്നെന്തായിരുന്നു? ഒരാൾക്ക് മൻ അദ്റക റമദാൻ, ഒരാൾക്ക് റമദാന് വന്നെത്തി, ആ റമദാന് വന്നെത്തിയിട്ടും ഫലം യുഗ്ഫർ ലഹു, അയാൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചില്ല. അതിന് ഒരാൾ അർഹനായി അതിനുള്ള അർഹത ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ നശിച്ചു പോകട്ടെ, ഫഖദ് റഗിമ അൻഫു, അയാൾ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞു എന്നുള്ളതാണ്. അത്രമാത്രം മഹത്തരമായ ഒരു ദിവസം വന്നെത്തുമ്പോൾ അതിന് ആ അർത്ഥത്തിലുള്ള പ്രാധാന്യതയും പ്രാമുഖ്യവും പരിഗണനയും നമ്മൾ നൽകാതിരിക്കുമ്പോൾ തീർച്ചയായും അത് വലിയ രൂപത്തിലൊരു പോരായ്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത് റമദാനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ കർമ്മങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ജുമുഅയുടെ ഒരു ഉദാഹരണം എടുത്തു നോക്കുക. ജുമുഅയിൽ ആളുകൾ വന്നെത്തി നിൽക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഒരേ രൂപത്തിലല്ല അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്. ആ ജുമുഅ ദിവസത്തിന് വലിയ മഹത്വം കൽപ്പിക്കുന്ന ചില ആളുകളുണ്ട്.
അവര് നേരത്തെ തന്നെ ഉണരുകയും നേരത്തെ തന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്യും. അവർ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തും. 5 സമയങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ജുമാക്ക് വേണ്ടി എത്തുന്ന ആളുകൾ അവര് 5 സമയങ്ങളിലായിട്ടാണ് പള്ളിയിലേക്ക് എത്തുക. കാന യൗമുൽ ജുമാ വഖഫത്തിൽ മലായികത്തു അലാ ബാബിൽ മസ്ജിദ് യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ. പള്ളിയുടെ വാതിൽക്കൽ മാലാകമാര് അന്ന് നിൽക്കുന്നതായിരിക്കും. എന്നിട്ട് ആദ്യം എത്തുന്ന ആളുകളുടെ പേരുകൾ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ പറയാണ്, മൻ ഇഖ്തസല യൗമൽ ജുമാ, വളരെ നന്നായിട്ട് ആരെങ്കിലും കുളിച്ചു, സുമ്മ റാഹ ഫിസ് സഅത്തിൽ ഊല ഫകഅന്നമാ ഖറബ ബദന, നേരത്തെ കുളിച്ചൊരുങ്ങി വളരെ ആദ്യ സമയത്ത് തന്നെ പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ അവർ ഒരു ഒട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ്. വമൻ റാഹ ഫിസ് സഅത്തി സാനിയ ഫകഅന്നമാ ഖറബ ബഖറ, രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തുന്ന ആളുകൾ അവർ ഒരു പശുവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുന്ന ആളുകൾ അവർ ഒരു ആടിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ്. നാലാമത്തെ ഘട്ടത്തിൽ ഒരു കോഴിയെ നൽകിയവനെ പോലെയും 5-ാമത്തെ ഘട്ടത്തിൽ ഒരു മുട്ടയെങ്കിലും ദാനം ചെയ്തവനെ പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അവസാന പ്രവാചകൻ പറഞ്ഞു, ഫഇദാ ഖറജൽ ഇമാമു തവ്വഉ സുഹുഫഹും വജലസു യസ്തമിഊന അസ്സിക്ർ, അവസാനം ഇമാമു വന്നെത്തി കഴിഞ്ഞാൽ, ഇമാമു മിമ്പറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾ ആ ഏടുകളൊക്കെ പൂട്ടിവെച്ച് അത് കേൾക്കാൻ വേണ്ടി ഖുതുബക്ക് വേണ്ടി അവരവിടെ ഇരിക്കുന്നതാണ്. ഇവിടെ മലക്കുകൾ ഇരിക്കുന്നുണ്ട്. അവരുടെ ആ ലിസ്റ്റിൽ എല്ലാ ആളുകളുടെയും പേര് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടില്ല. ചില ആളുകളുടെ പേര് മാത്രമാണ് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളത്. ആ പേരുകളിൽ തന്നെ ചില ആളുകൾ അത് ആദ്യമെത്തിയ ആളുകളായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ വളരെ അവസാനം വന്ന ആളുകളായിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, റമദാനുമായി ബന്ധപ്പെട്ടും ഇതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ചില ആളുകൾ വളരെ നേരത്തെ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അതിനുവേണ്ടി ജിജ്ഞാസയോടുകൂടി, ആകാംക്ഷയോടുകൂടി, ആഗ്രഹത്തോടുകൂടി അതിനെ പ്രതീക്ഷിച്ച് ചില ആളുകൾ ഇരിക്കും. ആ ആളുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെയെങ്കിലും റമദാനിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ പോലെ ആവൂല. അവരുടെ രണ്ടുപേരുടെയും ദർജകൾ വളരെ വ്യത്യസ്തമായിരിക്കും. ആകാശഭൂമികളോളം വ്യത്യാസം അള്ളാഹുവിന്റെ അടുക്കൽ ആ ആളുകൾക്ക് ഉണ്ടാകുന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മുടെ തയ്യാറെടുപ്പ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. നന്മകളിൽ മുന്നേറുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. സൂറത്തുൽ വാഖിഅയിൽ 3 വിഭാഗക്കാരെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട്. ഒന്ന് അസ്ഹാബുൽ മൈമന, വിജയികളായ വലതുപക്ഷക്കാരാണ്. മറ്റൊന്ന് അസ്ഹാബുൽ മശ്അമ. പക്ഷേ മൂന്നാമതൊരു വിഭാഗമുണ്ട്, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, അവർ മുന്നേറുന്ന ആളുകളാണ്, സാബിഖീങ്ങളാണ്. ആരെയും കാത്തു നിൽക്കാതെ, ആളുകൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാതെ നന്മകളിൽ മുന്നേറാൻ തയ്യാറാകുന്ന ആളുകൾ അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം സിദ്ധിക്കുന്ന ആളുകൾ. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുപ്പക്കാരായിട്ട് മാറാൻ കഴിയുക ഈ രൂപത്തിലുള്ള സാബിഖീങ്ങളായ ആളുകൾക്ക് മാത്രമാണ്. ആ സാബിഖീങ്ങളുടെ ഒരു അടയാളമാണ് സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടത്. പ്രവാചകൻ ശഅബാൻ ആകുമ്പോഴേക്ക് പ്രവാചകന്റെ റുട്ടീനൊക്കെ മാറുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് മാസങ്ങളൊന്നും അനുഷ്ഠിക്കാത്തത്ര ഇബാദത്തുകളും കർമ്മങ്ങളും ആ ശഅബാൻ മാസത്തിൽ പ്രവാചകൻ ചെയ്തിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അത് റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ്, തയ്യാറെടുപ്പാണ്. സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ മാസത്തെ ഇത് ഖുർആനിന്റെ മാസമായിട്ടായിരുന്നു അവർ കണക്കാക്കിയത്. അവരെല്ലാവരും മറ്റ് ജോലികളിൽ നിന്നെല്ലാം വിട്ട് ഖുർആനിലേക്ക് തിരിയുമായിരുന്നു. അത് റമദാനിന് അവരുടെ ഹൃദയത്തിൽ അവർ നൽകിയ ഒരു സ്ഥാനമാണ്. ആ പ്രവൃത്തിയിലൂടെ അവർ നമുക്ക് കാണിച്ചു നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ തയ്യാറെടുപ്പിന് എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ഹൃദയം. തയ്യാറെടുപ്പുകളിൽ ഏറ്റവും ആദ്യം നാം തയ്യാറാക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്, നമ്മുടെ ഹൃദയത്തെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ബാഹ്യമായ കോലങ്ങളിലേക്കോ വസ്ത്രങ്ങളിലേക്കോ ശരീരത്തിലേക്കോ ഒന്നുമല്ല. യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഈ നിമിഷം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ളത്? നന്മയാണോ? അള്ളാഹുവിനോടുള്ള സ്നേഹമാണോ? തഖ്വയാണോ? സൂക്ഷ്മതയാണോ? നിഷ്കളങ്കതയാണോ? ആത്മാർത്ഥതയാണോ? അതല്ല ആളുകളെ കാണിക്കണമെന്ന റിയാ ആണോ? അസൂയയാണോ? കുശുമ്പാണോ? വിദ്വേഷമാണോ? എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് ഓരോരുത്തരും നമ്മൾ സ്വയം നമ്മെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഹൃദയത്തെ ഈ മാസത്തേക്ക് വേണ്ടി നമ്മൾ ഒരുക്കാൻ ആരംഭിക്കണം.
وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين. ഈ വിശുദ്ധ ഖുർആൻ പ്രവേശിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഈ വിശുദ്ധ ഖുർആൻ പരിവർത്തനം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ മൂല്യമുള്ളതായിട്ട് മാറുക. ഈ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അവതരിച്ചത് എന്ന് സൂറത്തു ശുആറയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആ മലക്ക് ജിബ്രീൽ ആ ഖുർആനുമായി അവതരിച്ചിരിക്കുന്നു. എവിടേക്കാണ് അവതരിച്ചത്? അലാ ഖൽബിക, പ്രവാചകരെ അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് അവതരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുടെ ഹൃദയത്തിലേക്കാണ് ആ ഖുർആനിന്റെ സന്ദേശം കൈമാറിയത്. ആ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തപ്പോഴാണ് സഹാബാക്കളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തെ നാം അതിനുവേണ്ടി തയ്യാറാക്കണം. ഹൃദയത്തെ അതിനുവേണ്ടി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ, ഹൃദയത്തിലൊരു പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, ആദ്യമായി ആ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ തിന്മകളെ, മോശത്തരങ്ങളെ, ആ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സൂറ ബഖറയിലൂടെ ചില ഹൃദയങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്, വളരെ കല്ലുപോലെ ഉറച്ചുപോയ ചില ഹൃദയങ്ങൾ. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ, അത് കല്ലുകൾ പോലെ എന്നല്ല, ഔ അശദ്ദു ഖസ്വ, കല്ലുകളേക്കാൾ, പാറക്കല്ലുകളേക്കാൾ അത് കഠിനമായി ഉറച്ചുപോയതായിരിക്കുന്നു. അശദ്ദു ഖസ്വ, അങ്ങേറ്റം ഉറച്ചുപോയ ഹൃദയങ്ങൾ. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറ, എന്നാൽ ആ കല്ലുകളിൽ പോലും ചില കല്ലുകളുണ്ട്. യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അരുവികളും നദികളും പൊട്ടിയൊഴുകുന്ന, അങ്ങനെ അതിൽ നിന്ന് അരുവികൾ നിറുകളിക്കുന്ന ഒരു വിസ്ഫോടനം. തഫജ്ജറ എന്ന് പറഞ്ഞാൽ ഒരു വിസ്ഫോടനമാണ്. ആ അർത്ഥത്തിൽ അത് പൊട്ടി അതിൽ നിന്ന് നദികൾ ഒഴുകുന്ന ചില കല്ലുകൾ ഉണ്ട് എന്ന് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്താണ്. ഇവിടെ കല്ലുകളെ പറ്റിയല്ല, അത്തരം ഹൃദയങ്ങളെ പറ്റിയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നത്. ചില ഹൃദയങ്ങൾ അള്ളാഹുവിന് വചനങ്ങൾ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ അതിലേക്ക് വന്നെത്തുമ്പോൾ അതിലൊരു വിസ്ഫോടനം സംഭവിക്കുകയാണ്. വലിയ അർത്ഥത്തിലൊരു പരിവർത്തനം അതിൽ സംഭവിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം ജീവിതത്തിൽ അത്തരം ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അവരുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ ഒന്ന് മുട്ടുക മാത്രമാണ് ചെയ്തത്, അപ്പോഴേക്ക് അതൊരു വിസ്ഫോടനം അവിടെ സംഭവിക്കുകയാണ്. അവരുടെ കണ്ണുകളിലൂടെ അതിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം അബൂബക്കർ, അദ്ദേഹത്തിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ, അതല്ലെങ്കിൽ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ, അദ്ദേഹം പാരായണം ചെയ്യുന്ന ആ ഖുർആൻ ആളുകൾക്ക് കേൾക്കാൻ പ്രയാസമായിരുന്നു അദ്ദേഹത്തിന്റെ കരച്ചിൽ കാരണം. അത്രമാത്രം അദ്ദേഹം തേങ്ങി തേങ്ങി കരയുമായിരുന്നു എന്ന് നമുക്ക് റിവായത്തുകളിൽ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും സമാനമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഇന്ന അദാബ റബ്ബിക ലവാഖി, സൂറത്തു തൂറിൽ, വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂ വൽ ബഹ്റിൽ മസ്ജൂർ എന്നിങ്ങനെ പാരായണം ചെയ്ത് ഒരുപാട് കാര്യങ്ങളെത്തുന്ന അല്ലാഹുവിനെ സത്യം ചെയ്ത് ഇന്ന അദാബ റബ്ബിക ലവാഖി, തീർച്ചയായും അള്ളാഹുവിന്റെ അസാബ് അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന ആയത്തിലേക്ക് എത്തിയപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അദ്ദേഹം കരഞ്ഞ് അദ്ദേഹം രോഗിയായിട്ട് മാറി. വആദഹു നാസു അയ്യാമൻ, ഒരുപാട് ദിവസങ്ങൾ ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നു എന്ന് വരെ കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള ഹൃദയങ്ങളായിരുന്നു അവരുടേത്. ആർത്ഥത്തിൽ നിഷ്കളങ്കമായ ഹൃദയമായിരുന്നു. അതിലേക്ക് ഖുർആൻ പ്രവേശിച്ചപ്പോഴേക്ക് അത് ആർത്ഥത്തിലുള്ള ഒരു വിസ്ഫോടനം അവരുടെ ഹൃദയത്തിൽ അതുണ്ടാക്കി എന്നുള്ളതാണ്. മറ്റു ചില ഹൃദയങ്ങളെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ചില ഹൃദയങ്ങൾ. ആ ഹൃദയങ്ങൾ അല്ലെങ്കിലും അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അവരുടെ ചർമ്മങ്ങൾ അത് ഉരിഞ്ഞു പോകും, അത് രോമാഞ്ചിതമാകും, രോമാഞ്ചം കൊള്ളും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ സിക്രില്ലാ, അവരുടെ ഹൃദയങ്ങളും അവരുടെ ചർമ്മങ്ങളും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അതിങ്ങനെ അലിഞ്ഞു ചേരും എന്ന് ഖുർആൻ പറയാണ്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ സിക്രില്ലാ ദാലിക ഹുദല്ലാഹ്, അത് അള്ളാഹു നൽകുന്ന ഹിദായത്താണ്. യഹ്ദീ ബിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന ചില ഹിദായത്തായിട്ടാണ് അള്ളാഹു നമുക്ക് അതിനെ പറഞ്ഞു നൽകുന്നത്. രണ്ടാമത്തെ ഹൃദയം വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ,
അതിൽ വലിയ രൂപത്തിലുള്ള വിസ്ഫോടനങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അത് വിണ്ടു കീറി അതിൽ നിന്ന് ചെറിയ രൂപത്തിലുള്ള വെള്ളം പുറത്തേക്ക് നിർഗളിക്കാൻ ഒഴുകുകയാണ്. യതഫജ്ജറു മിൻഹുൽ അൻഹാർ ഫയഖ്റുജു മിൻഹുൽ മാ, വെള്ളം പുറത്തേക്ക് വരുന്ന ചില കല്ലുകൾ. അത്തരത്തിലുള്ള ചില ഹൃദയങ്ങളുണ്ട്. അത് ആദ്യത്തേതിന്റെയൊക്കെ അത്ര എത്തുമില്ലെങ്കിലും ആ ഖുർആനിലൂടെ അതിന് വലിയ രൂപത്തിലുള്ള പരിവർത്തനം ഉണ്ടാകുന്ന ഹൃദയങ്ങൾ തന്നെയാണ്. അതും അഹ്ലുൽ കിതാബിലെ വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ ചില ഖുർആനിക വചനങ്ങൾ കേട്ടപ്പോ അവരിൽ ഉണ്ടായ ചില മാറ്റത്തെ സൂറ മാഇദയിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. അള്ളാഹുവിന്റെ പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ കാര്യങ്ങൾ അഥവാ ഈ ആയത്തുകൾ, ഈ വചനങ്ങൾ അത് കേട്ടുകഴിഞ്ഞാൽ തറാ അഅ്യുനഹും, അങ്ങേക്ക് അവരുടെ കണ്ണുകളെ കാണാൻ കഴിയും. തഫീദു മിനദ് ദംഇ, അതിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മിമ്മാ അറഫു മിനൽ ഹഖ്, സത്യം മനസ്സിലാക്കിയതിന്റെ പേരിൽ. മുഅ്മിനീങ്ങളുടെ അടയാളമായിട്ട് സൂറത്തുൽ അൻഫാലിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവെ പറ്റി പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം അത് പ്രകമ്പിതമാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സാദത്തുഹും ഈമാന, അവരുടെ ഈമാനിൽ അത് വർധനമുണ്ടാക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂനസ് സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവരാണ് സത്യത്തിൽ നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ക, അവരാണ് ഹഖായ യഥാർത്ഥ വിശ്വാസികൾ എന്ന് അല്ലാഹു പറഞ്ഞു വെക്കാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ക. ഈ രൂപത്തിൽ ഉള്ള ഒരു ഹൃദയം നമുക്കും സ്വന്തമാക്കാൻ കഴിയണം. ഈ ആയത്തുകളെല്ലാം സത്യത്തിൽ ഒരു ഡയോഗ്നോസിസ് ആണ്. ഇത് ഒരു പരിശോധനയാണ്. നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ഈമാൻ ഉണ്ട്, അതിന്റെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ചില മെഷർമെന്റുകളാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളൊക്കെ നമുക്ക് പറഞ്ഞു നൽകുന്നത്. നമുക്ക് ആയത്തുകൾ കേൾക്കുമ്പോൾ വൈദാമ ഉൻസില സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യക്കും സാദത്തുഹു ഹാദിഹി ഈമാന, ചില ആളുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും അയ്യക്കും സാദത്തുഹു ഹാദിഹി ഈമാന, ഇതൊക്കെ ആർക്കാണ് ഈമാൻ അധികരിപ്പിക്കുക? നമുക്കിത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. وأما الذين في قلوبهم مرض فزادتهم رجسا إلى رجسهم, അത് ആ ഖുർആനിന്റെ കുഴപ്പമല്ല. وأما الذين في قلوبهم مرض, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ زادتهم رجسا إلى رجسهم, അത് അവരുടെ മാലിന്യം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. എന്നാൽ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം وأما الذين وإذا ما أنزلت سورة فمنهم من يقول أيكم ذاته هذه إيمان فأما الذين آمنوا, എന്നാൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫസാദത്തുഹും ഈമാന, അത് ആയത്തുകൾ അത് കേൾക്കുമ്പോൾ ഈ വിശ്വാസികളുടെ ഹൃദയത്തിൽ അവരുടെ ഈമാനിൽ ഇങ്ങനെ വർധനമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ, മ്ലേച്ഛതകളെ നമ്മൾ എടുത്തൊഴിവാക്കുക, ഇല്ലാതാക്കുക. അപ്പോൾ മാത്രമാണ് ആ ഹൃദയം ഖുർആനിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഹൃദയമായിട്ട് മാറുക. അപ്പോഴും മാത്രമാണ് ആ ഹൃദയത്തിൽ ഖുർആൻ ആ അർത്ഥത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക. ഒരു നിഷ്കളങ്കമായ ഹൃദയം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ഹൃദയത്തിന്റെ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നതാണ് ഹൃദയത്തെ വീണ്ടെടുക്കാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ തയ്യാറെടുപ്പ്. ഹൃദയത്തിന്റെ വീണ്ടെടുപ്പാണ് ഓരോ റമദാനുകളും. ആ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഹൃദയത്തെ സാധിക്കുന്നത്ര തയ്യാറാക്കിയിട്ട് മാത്രം ആ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി ഈ അർത്ഥത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ ഒഴിവാക്കുക, മുക്തമാക്കുക. രണ്ടാമതായി അള്ളാഹുവിന്റെ സിക്ർ ആ ഹൃദയത്തിൽ നിറക്കുക. അള്ളാഹുവിന്റെ സ്മരണയും ഓർമ്മയും എന്നും ആ ഹൃദയത്തിൽ കൊണ്ടുവരിക. ഓരോ നിമിഷവും നമ്മുടെ ആ ചിന്തകളെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്തേ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ആ ചിന്തകൾ പോകുമ്പോൾ അതിന് കടിഞ്ഞാണിട്ട് അതിനെ തിരികെ അള്ളാഹുവിന്റെ സിക്റിലേക്കും അള്ളാഹുവിന്റെ സ്മരണയിലേക്കും അതിനെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. എല്ലാ ഇബാദത്തുകളുടെയും മർമ്മം സത്യത്തിൽ ഈ സിക്റാണ്, ഈ ഓർമ്മയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഈ സ്മരണ ഹൃദയത്തിൽ നിലനിർത്തുക എന്നത് തന്നെയാണ് എല്ലാ ഇബാദത്തുകളുടെയും മർമ്മപ്രധാനമായ ലക്ഷ്യം. ഫൈദാ ഖളൈതുമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു എന്താണ് പറയുന്നത് സൂറത്തുൻ നിസായിലൂടെ, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫസ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, നിങ്ങൾ ഓർക്കുക. നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതല്ല, നമസ്കാരം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫസ്കുറുല്ലാഹ, അത് ആ നമസ്കാരം അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാക്കി മാറ്റണം. ഫസ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും, നിങ്ങളുടെ നടത്തത്തിലും നിങ്ങളുടെ ഇരുത്തത്തിലും നിങ്ങളുടെ കിടത്തത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. മുനാഫിഖുകളെ പറ്റി പറയുന്നുണ്ട്, വലാ യസ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല,
അവർ നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. അപ്പൊ നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കാതിരിക്കുക എന്നുള്ളത് ചർച്ചാ വിഷയമേ അല്ല. ആ നമസ്കാരത്തിൽ തീർച്ചയായും വിശ്വാസികൾ അള്ളാഹുവിനെ ഓർക്കണം. പക്ഷേ ആ ഓർമ്മ, ആ നമസ്കാരം, അത് ജീവിതത്തിന്റെ മറ്റു ചില മേഖലകളിലേക്കെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ നമുക്കുണ്ടാക്കാൻ കെൽപ്പുള്ള നമസ്കാരമായിട്ട് ആ നമസ്കാരങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ജുമുഅയെ പറ്റി എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമാ ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്ഔ ഇലാ സിക്രില്ല, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക്, അള്ളാഹുവിന്റെ സിക്രിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ സിക്റാണ്. അള്ളാഹുവെ കുറിച്ച് ഓർക്കാനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഖുതുബയുടെ ലക്ഷ്യം ഒരിക്കലും ഒരുപാട് അറിവുണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമാണോ അറിയാത്ത കാര്യമാണോ പറയുന്നത്, പുതുതായിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ ഡാറ്റയിലേക്ക് കളക്ട് ചെയ്ത് നോക്കാൻ. അതല്ല. ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജുമുഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നതുപോലെ ആയിരിക്കരുത് തിരികെ പോകുന്നത്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് എത്ര ദിക്റാണോ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്, ഏത് അളവ് ഈമാനാണോ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്, അതിനേക്കാൾ കൂടുതൽ ദിക്റുമായിട്ട്, അതിനേക്കാൾ കൂടുതൽ ഓർമ്മയുമായിട്ടായിരിക്കണം നമ്മൾ ഈ ജുമുഅയിൽ നിന്ന് തിരികെ പോകേണ്ടത്. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞത് ഫൈദാ ഖുദിയത്തിസ് സലാ, ജുമുഅ കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ, ഭൂമിയിലൊക്കെ നിങ്ങൾ വിശാലമായ നിങ്ങളുടെ ജോലികളിലൊക്കെ നിങ്ങൾ ഏർപ്പെടുക. പക്ഷേ വസ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായിട്ട് ഓർക്കുക. കാരണം വന്നതുപോലെയല്ല നിങ്ങൾ തിരികെ പോകുന്നത്. കൂടുതൽ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റുമായിട്ടാണ്, അധികരിച്ച ദിക്റുമായിട്ടായിരിക്കണം, ഓർമ്മയുമായിട്ടായിരിക്കണം നിങ്ങൾ തിരികെ പോകുന്നത്. വസ്കുറുല്ലാഹ കസീറ, അധികമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജോലികളിലേക്കും മറ്റിതര മേഖലകളിലേക്കും തിരിയേണ്ടത് എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് സമാനമായിട്ട് നമുക്ക് കാണാം, ഫൈദാ ഖദൈതും മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ നിർവഹിച്ചാൽ ഫസ്കുറുല്ലാഹ, അവിടെയും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. ഫസ്കുറൂനി അസ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ് എന്ന് അള്ളാഹു നമുക്ക് സൂറ ബഖറയിലൂടെ വാഗ്ദാനം നൽകുകയാണ്. എത്രമാത്രം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ, ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതിനുള്ളൊരു പരിശീലനമാണ് റമദാൻ. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം ഇന്നു മുതൽക്ക് തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ സ്മരണയും ഓർമ്മയും നമ്മൾ ഹൃദയത്തിൽ നിലനിർത്താതെ അള്ളാഹുവിനെ മറന്നുപോയി കഴിഞ്ഞാൽ നസുല്ലാഹ ഫനസിയഹും, സൂറ തൗബയിൽ ചില ആളുകൾ അവരെപ്പറ്റി അള്ളാഹു പറഞ്ഞത് നസുല്ലാഹ, അവർ അള്ളാഹുവിനെ മറന്നു, ഫനസിയഹും, അള്ളാഹു അവരെയും അവഗണിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ അവഗണിക്കും. അള്ളാഹു നമ്മെ അവഗണിച്ചു കഴിഞ്ഞാൽ നന്മകളിൽ മുന്നേറാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കുക. ആ ഹൃദയത്തെ ശുദ്ധിയാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ സ്മരണയും സിക്റും ആ ഹൃദയത്തിൽ നാം നിറക്കുക. മൂന്നാമതായി ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ കഴിയണം. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതിറുൽ അവ്വലീൻ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സൂറത്തുൽ മുത്തഫിഫീനിൽ വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടാത്ത ചില ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് മാറ്റൊന്നും അതിലുണ്ടാക്കൂല. അതിന്റെ കാരണം അള്ളാഹു പറയാണ്, റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം കറപുരണ്ടതായിരിക്കുന്നു, അലാ മാ കാനൂ യക്സിബൂൻ, അവരാ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തിന്മകള്, ആ കർമ്മങ്ങള്, ആ മോശത്തരങ്ങള്, അത് അവരുടെ ഹൃദയത്തെ കറപിടിച്ചതാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വല്ല തിന്മയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി നിൽക്കുക. അത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അത് ചിലപ്പോൾ വ്യക്തിപരമായിരിക്കാം, അത് ചിലപ്പോൾ സ്വകാര്യമായിരിക്കാം, അത് ചിലപ്പോൾ സാമൂഹികമായി നമ്മൾ ചെയ്യുന്ന തിന്മകളായിരിക്കാം. ഏത് തിന്മകളാണെങ്കിലും ആ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയണം. അപ്പോഴാണ് ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. ചില ആളുകളുടെ ഹൃദയത്തെ അള്ളാഹു സീൽ വെച്ച് അടച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന, തന്നിഷ്ടങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഭൗതികമായ ജീവിതത്തിന് മാത്രം പ്രാമുഖ്യം കൽപ്പിച്ച്, മുൻഗണന കൽപ്പിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അള്ളാഹു സൂറ ജാസിയയിലൂടെ പറയാണ്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി സ്വീകരിച്ച ആളുകൾ. എന്റെ മനസ്സ് എന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ അതൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അളല്ലഹുല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസറിഹി ഗിശാവ. എത്ര ഗൗരവകരമാണെന്ന് ഓർക്കുക. ഖതമ അലാ സമഇഹി, അല്ലാഹു അവരുടെ കാതുകളെ അടച്ചിരിക്കുന്നു. വഖൽബിഹി, അവരുടെ ഹൃദയത്തെയും അല്ലാഹു അടച്ചിരിക്കുന്നു. വജഅല അലാ ബസറിഹി ഗിശാവ, അവരുടെ കണ്ണുകളിൽ അല്ലാഹു ഒരു മറ വെച്ചിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ എന്നല്ല മറ്റെന്ത് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുന്നിൽ ഓതി കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാലും, എന്ത് ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൺമുന്നിൽ അവർ കണ്ടാലും അവർക്ക് യാതൊരു മാറ്റവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താണ്? ഇത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്ന ആളുകളായിട്ട് മാറി.
വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ. അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ് ആ ആളുകൾ ആരാണ്? അവർ പറഞ്ഞു, അവരുടെ നിലപാട് എന്താണ്? മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതമാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാ, ഭൗതികമായ ജീവിതം, ഇതാണ് ജീവിതം. പരലോക ജീവിതം എപ്പോഴെങ്കിലും വന്നു, പക്ഷെ യഥാർത്ഥ ജീവിതം ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതമാണ് എന്ന നിലപാട് സ്വീകരിച്ച ആളുകളാണ് അവര്. വൈദാ തുത്ലാ അലൈഹിം ആയാതുന മാ കാന ഹുജ്ജത്തുഹും, വീണ്ടും അല്ലാഹു ആവർത്തിക്കാണ്, അവർക്കെങ്ങാനും അല്ലാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ മാ കാന ഹുജ്ജത്തുഹും, അവർക്ക് ഒരർത്ഥത്തിലുള്ള പ്രയോജനവും അതുണ്ടാക്കില്ല എന്നുള്ളതാണ്. ദാലിക ബിഅന്നഹു മുസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ ഉലൈക അല്ലദീന തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം. സൂറത്തുൽ നഹ്ലിലൂടെ അല്ലാഹു പറയാണ് ഇസ്തഹബ്ബുൽ ദുനിയ അലൽ ആഖിറ, പരലോകത്തേക്കാൾ ഭൗതികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുകയും അതിനോട് അങ്ങേറ്റത്തെ പ്രിയം വെക്കുകയും അതിന് ജീവിതത്തിൽ മുൻഗണന നൽകുകയും ചെയ്ത ആളുകൾ ഉലൈകല്ലദീന, ആ ആളുകളാണ് തബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, ആ ആളുകളുടെ ഹൃദയങ്ങളെ അല്ലാഹു സീല വെച്ച് അടച്ചിരിക്കുകയാണ്. വസംഇഹിം, അവരുടെ കാതുകളെയും അല്ലാഹു സീല വെച്ച് അടക്കുന്നതാണ്. വഅബ്സാരിഹിം, അവരുടെ കണ്ണുകളെയും അല്ലാഹു അടച്ചു കളയുന്നതാണ്. വഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ പിന്നീട് ഗാഫിലീങ്ങളായി ജീവിക്കും, അശ്രദ്ധരായി, ഗഫലത്തിലായി, ഡിസ്ട്രാക്ഷനിലായിരിക്കും അവരുടെ ജീവിതം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർക്കൊരിക്കലും ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള തിന്മകളിൽ നിന്നും മാറുന്നുണ്ട്, അള്ളാഹുവിന്റെ സിക്റിലേക്കും വന്ന് എല്ലാ അർത്ഥത്തിലുള്ള തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, പൂർണ്ണാർത്ഥത്തിൽ നിഷ്കളങ്കമായി ഓരോ ആളുകളും നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. യുകഫിർ അൻകും സയ്യിആതികും, സംഭവിച്ചതെല്ലാം സംഭവിച്ചു, പക്ഷേ യുകഫിർ അൻകും സയ്യിആതികും, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ കഴിവുള്ളവനാണ്. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ തൗബ ചെയ്ത വിശ്വാസികളെ അള്ളാഹു തീർച്ചയായും പ്രവേശിപ്പിക്കുന്നതാണ്. യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനു, വിശ്വസിച്ച പ്രവാചകനെയും ആ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളെയും അള്ളാഹു അപമാനിക്കാത്ത ആ ദിവസം. ആ ദിവസത്തിൽ സകല മനുഷ്യരും അപമാനിക്കപ്പെടുമ്പോൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും അപമാനിക്കുകയില്ല എന്ന് അള്ളാഹു പറയണം. അവരൊരിക്കലും അള്ളാഹു അപമാനിക്കുകയില്ല. നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അപമാനിക്കുന്നില്ലെന്ന് മാത്രമല്ല അള്ളാഹു അവരെ ആദരിക്കുന്നതാണ്. അവരുടെ പാർശ്വഭാഗങ്ങളിലൂടെ അവരുടെ മുൻവശത്തോടുകൂടി പ്രകാശം സ്ഫുരിക്കുന്നതാണ്. ആ പ്രകാശത്തിൽ അവരിങ്ങനെ മുന്നേറുന്നതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആ അർത്ഥത്തിൽ തൗബയിലൂടെ വിജയിക്കുന്ന ആളുകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന് മുന്നോടിയായി എല്ലാ അർത്ഥത്തിലും ഹൃദയത്തെ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക മേഖല, നമ്മുടെ കുടുംബ മേഖല, നമ്മുടെ വ്യക്തി ജീവിതം, ഇതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ റമദാനിന് വേണ്ടി നാം ഒരുക്കിയിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി നാം ഉറപ്പുവരുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.